everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ prepositions ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ prepositions എന്ന് പറയുമ്പോൾ കുറേ prepositions ഉണ്ട്. നമ്മൾ പക്ഷേ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് in, on, at. ഈ മൂന്നും നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാമെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, നമ്മൾ എപ്പോഴാണ് ഇൻ യൂസ് ചെയ്യുക, എപ്പോഴാണ് അറ്റ്, എപ്പോഴാണ് ഓൺ യൂസ് ചെയ്യാന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനത്തോടു കൂടി നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും നമ്മൾ എപ്പോഴാണ് ഇതൊക്കെ യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ പ്രപ്പോസിഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. അവർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു അർത്ഥം ഉണ്ടാവില്ല, ഒരു മീനിങ് ഉണ്ടാവില്ല. എന്നാൽ അവരുടെ ഒപ്പം നമ്മൾ കുറച്ച് വേർഡ്സ് വെക്കുമ്പോഴോ, വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാക്കുകൾ വെക്കുമ്പോൾ അവർക്ക് മീനിങ് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻ, ഓൺ, അറ്റ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ മനസ്സിലാക്കാൻ പോകുന്നത് എപ്പോഴാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ അറ്റ് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാനിവിടെ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ കാണിച്ചു തരാം. ഈ ട്രയാങ്കിൾ കണ്ടോ? ഈ ട്രയാങ്കിളിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഏറ്റവും മുകളിലത്തെ ടോപ്പ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ അറ്റ് എന്ന് ഡിവൈഡ് ചെയ്തു. സെക്കൻഡ് പാർട്ടിനെ നമ്മൾ ഓൺ ആയിട്ട് ചെയ്തു. ഇനി ലാസ്റ്റ് പാർട്ട് നമ്മൾ ഇന്നാന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ അറ്റ്, ഓൺ, ഇൻ എന്ന് നമുക്ക് കിട്ടി. അപ്പം നമ്മൾ അറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുക? അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അറ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേസോ അല്ലെങ്കിൽ ഒരു ലൊക്കേഷനോ എന്തെങ്കിലും ഒരു നെയിമോ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പറയാൻ, അതായത് ഒരു സ്പെസിഫിക് പ്ലേസ് പറയാനാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക. അപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമ്മൾ അറ്റ് ഒരിക്കലും ഒരു കൺട്രിയുടെ മുൻപോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ മുൻപോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ മുൻപോ അല്ലെങ്കിൽ ഒരു ഫേമസ് ആയ സിറ്റി ഓർ ടൗണിൻ്റെ മുൻപ് നമ്മൾ ഒരിക്കലും അറ്റ് യൂസ് ചെയ്യില്ല. നമ്മൾ അറ്റ് എപ്പോഴും യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കൺട്രി എടുക്കാന്നേക്ക്, ഇന്ത്യ എന്നുള്ളൊരു കൺട്രി എടുത്തു. അപ്പോൾ കൺട്രി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ, കൺട്രി എന്ന് പറയുമ്പോൾ കൺട്രി ഭയങ്കര വലുതാണ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ് ഉണ്ട്, അപ്പോൾ സ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ കൺട്രിയുടെ ഉള്ളിൽ ഇഷ്ടംപോലെ സ്റ്റേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ആ സ്റ്റേറ്റ് ആയിട്ട് കേരള എടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ കേരള എടുത്താലും അതിൻ്റെ ഉള്ളിൽ പല ഡിസ്ട്രിക്ട്സ് ഉണ്ട്. അപ്പോൾ ഡിസ്ട്രിക്ട്സ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട്സിനെ നമ്മൾക്ക് വീണ്ടും ടൗൺസും സിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അറ്റ് എപ്പോഴും യൂസ് ചെയ്യുക നമ്മളൊരു ചെറിയ ഗ്രാമപ്രദേശങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതായത് ടൗണിൻ്റെ ഒക്കെ ചുറ്റുള്ള സ്ഥലങ്ങൾ പറയാനാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഷീ ലിവ്സ് അറ്റ് പട്ടിക്കാട്. പട്ടിക്കാട് എന്നുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ്. അതായത് കുന്നുകളും വയലുകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളില്ലേ, അങ്ങനത്തെ സ്ഥലങ്ങളുടെ മുൻപാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഷീ സ്റ്റഡീസ് അറ്റ് ചെറുതുരുത്തി ഇൻ ട്രിച്ചൂർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇൻ ട്രിച്ചൂർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ഒരു കാര്യം ആലോചിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരിക്കലും അറ്റ് ഒരു ഡിസ്ട്രിക്റ്റിന് മുൻപോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് മുൻപോ ഒരു കൺട്രിയുടെ മുൻപോ ഒരിക്കലും നമ്മൾ അറ്റ് യൂസ് ചെയ്യില്ല. അപ്പോൾ ട്രിച്ചൂർ എന്നുള്ളത് ഒരു ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ഡിസ്ട്രിക്റ്റിൻ്റെ മുൻപ് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്, അതിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലും കണ്ടോ, ഇപ്പോൾ ചെറുതുരുത്തി എന്നുള്ളൊരു സ്ഥലം അതൊരു ചെറിയൊരു സ്ഥലമാണ്, അത് ട്രിച്ചൂറുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ചെറുതുരുത്തി എന്നുള്ള സ്ഥലത്തിന് അറ്റ് യൂസ് ചെയ്യണം. അതിനുവേണ്ടി ട്രിച്ചൂർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്തത്? ഇന്നാണ് യൂസ് ചെയ്തത്. മനസ്സിലായില്ലേ? അതായത് ഒരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഒരു സ്ഥലം പറയണമെങ്കിൽ, എക്സാക്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു സ്ഥലത്തിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് അറ്റാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പറയാം, ഹീ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദി കോർണർ ഓഫ് ദി റൂം. അതായത് റൂമിൽ നിൽക്കാന്നല്ല പറയണത്, അവൻ നിൽക്കുന്നത് റൂമിൻ്റെ ഒരു കോർണറിലാണ്, ഒരു മൂലയിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് എവിടെയാണ് നിൽക്കണമെന്ന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അറ്റാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ആലോചിക്കുക, നമ്മളിപ്പോൾ ഹോം അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്കൂൾ അല്ലെങ്കിൽ കോളേജിന് മുൻപൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് അറ്റാണ്. അതായത് ഹോമിനെ കുറിച്ച് പറയുമ്പോൾ ആർ യു അറ്റ് ഹോം എന്നാ ചോദിക്കുക, അല്ലെങ്കിൽ ആർ യു ഇൻ ഹോം അല്ലെങ്കിൽ ആർ യു ഓൺ ഹോം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അതുപോലെ തന്നെ കോളേജിനെ കുറിച്ച് പറയാന്ന്, ഷീ സ്റ്റഡീസ് അറ്റ് സെയിൻറ്റ് അലൂഷ്യസ് കോളേജ്. അവിടെ ഇന്നും പറയില്ല, വേറെ ഓണും പറയില്ല. നമ്മൾ അവിടെ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ഷീ സ്റ്റഡീസ് അറ്റ് എവിടെയാണ്? സെയിൻറ്റ് അലൂഷ്യസ് കോളേജ്, കോളേജിൻ്റെ പേരാണ് പറയുന്നത്. അല്ലെങ്കിൽ ഹി വർക്ക്സ് അറ്റ് ദി ഓഫീസ്, അവൻ വർക്ക് ചെയ്യുന്നത് ഓഫീസിലാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതുപോലെ ഓഫീസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ലൈബ്രറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് അറ്റാണ്. അതായത് ഷീ ഈസ് റീഡിങ് അറ്റ് ദി ലൈബ്രറി അല്ലെങ്കിൽ ഹി ഈസ് വർക്കിംഗ് അറ്റ് ദി ഓഫീസ്.
ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിലും, അതായത് സ്പെസിഫിക് ആയിട്ട് കറക്റ്റ് അവർ എവിടെയാണ് നിൽക്കണേന്ന് നമുക്കൊരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് അറ്റാണ്. അപ്പോൾ ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ ഒരിക്കലും വലിയ കൺട്രിയുടെ ഒപ്പോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഒപ്പോ അതുപോലെ തന്നെ സ്റ്റേറ്റ്സിൻ്റെ ഒപ്പം ഒന്നും നമ്മൾ അറ്റ് യൂസ് ചെയ്യില്ല. മോസ്റ്റ് സ്പെസിഫിക് ആയിട്ട്, അതുകൊണ്ടാണ് ട്രയാങ്കിളുടെ ഏറ്റവും മുകളിൽ അറ്റുള്ളത്. അപ്പോൾ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചൂണ്ടി കാണിക്കാന്ന് പറയില്ലേ, അതുപോലെ ആക്കുമ്പോൾ ആണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ അറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ടൈം പീരിയഡ് ഓഫ് ദി മൊമെന്റ്, അതായത് അറ്റ് ദി മൊമെന്റ്, അതായത് ഈ ഒരു സമയത്ത് എന്ന് പറയാനാണ്, ഈ ഒരു നിമിഷത്തിൽ എന്ന് പറയില്ലേ. അപ്പം നമ്മൾ എങ്ങനെ പറയാറ്, അറ്റ് ദി മൊമെന്റ് എന്നാണ് പറയാ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയാണ് മിഡ് നൈറ്റ്, നൂൺ, അതുപോലെ തന്നെ നൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് അറ്റാണ്. അതായത് അറ്റ് മിഡ് നൈറ്റ്, അറ്റ് നൂൺ അല്ലെങ്കിൽ അറ്റ് നൈറ്റ് എന്നാണ് എപ്പോഴും യൂസ് ചെയ്യുക. പക്ഷേ ഈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാലും നമുക്കിപ്പോൾ കാലത്ത്, അതായത് മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ അറ്റ് യൂസ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അറ്റ് യൂസ് ചെയ്യില്ല, പകരം ഇന്നാണ് യൂസ് ചെയ്യുക. അതായത് ഇൻ ദി മോർണിംഗ്, ഇൻ ദി ഈവനിങ്, ഇൻ ദി ആഫ്റ്റർനൂൺ ആണ് പറയുക. അല്ലാണ്ട് അറ്റ് ദി മോർണിംഗ്, അറ്റ് ദി ഈവനിങ്, അറ്റ് ദി ആഫ്റ്റർനൂൺ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ആലോചിച്ച് വെക്കുക. പകരം നമ്മൾ മിഡ് നൈറ്റ്, നൂൺ, നൈറ്റിനൊക്കെ അറ്റ് പറയും. മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂണിന് ഒരിക്കലും നമ്മൾ അറ്റ് പറയില്ല. അതുപോലെ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഹോളിഡേയ്സിനെ കുറിച്ച് പറയണമെന്ന് വിചാരിക്കുക. അറ്റ് ക്രിസ്മസ്, അറ്റ് ന്യൂ ഇയർ എന്ന് പറയാം. പക്ഷേ ഇവിടെ ഈ ക്രിസ്മസിൻ്റെയോ ന്യൂ ഇയറിൻ്റെ അപ്പുറത്തോ ഒരു ഡേ എന്ന് വന്നാൽ, അതായത് ക്രിസ്മസ് ഡേ എന്നോ അതുപോലെ തന്നെ ന്യൂ ഇയർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവിടെ അറ്റ് യൂസ് ചെയ്യില്ല. അപ്പോൾ ഹോളിഡേയ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ അവിടെ ഡേ എന്നുള്ളൊരു വേർഡ് ഇല്ലെങ്കിൽ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മൾ അറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാക്റ്റ് ടൈം പറയണം, കറക്റ്റ് ആയിട്ടുള്ളൊരു സമയം പറയണമെങ്കിലും നമ്മൾ അറ്റ് യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ദ ബസ് അറൈവ്സ് അറ്റ് 8 o'clock, 8 മണിക്ക് ബസ് വരും എന്നുള്ള ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ പാർട്ടി ബിഗിൻസ് അറ്റ് 5 o'clock, 5 മണിക്ക് പാർട്ടി തുടങ്ങും എന്ന് പറയണതിന് നമ്മൾ അറ്റ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ എപ്പോഴാണ് ഓൺ യൂസ് ചെയ്യാന്നാണ്. അപ്പോൾ ഓൺ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സർഫസ് ഡിഫൈൻ ചെയ്യാൻ, അതായത് ദ ബുക്സ് ആർ ഓൺ ദി ടേബിൾ, ടേബിളിൻ്റെ മുകളിൽ എന്ന് പറയാനാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് പ്ലേയിങ് ഓൺ ദി ടെറസ്, ടെറസിൽ അവൾ കളിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ വേറൊരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ദ ഫോട്ടോ ഫ്രെയിം ഇസ് ഓൺ ദി വാൾ, വാളിൻ്റെ മുകളിൽ, ചുമരിൻ്റെ മുകളിൽ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ ഓൺ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഓൺ നമ്മൾ യൂസ് ചെയ്യുക ഇപ്പോൾ ഒരു മീഡിയ റിലേറ്റഡ്, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ടി വിയിൽ ഒരു സിനിമ കാണുകയാണെന്ന് പറയാൻ നമ്മളിങ്ങനെയാണ് ഷീ ഈസ് വാച്ചിങ് എ മൂവി ഓൺ ടെലിവിഷൻ. ഓൺ ടെലിവിഷൻ, റേഡിയോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ഈസ് ലിസണിങ് ടു മ്യൂസിക് ഓൺ റേഡിയോ, അങ്ങനെയാണ് എക്സാമ്പിൾ പറയാം. പിന്നെ നമ്മൾ ഓൺ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് പറയാൻ നമ്മൾ ഓൺ യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മൈ ബർത്ത്ഡേ ഇസ് ഓൺ November 12th, എൻ്റെ ബർത്ത്ഡേ November 12th എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഓൺ യൂസ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഹോളിഡേയ്സ് ആവാം, അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ് ആവാം. നമ്മളെപ്പോഴും ഓൺ ഇൻഡിപെൻഡൻസ് ഡേ, ഓൺ റിപ്പബ്ലിക് ഡേ, ഓൺ വാലന്റൈൻസ് ഡേ എന്നാണ് പറയുക, അല്ലാതെ ഇൻ നമ്മൾ അവിടെ ഒരിക്കലും യൂസ് ചെയ്യില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിൾസിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് ഓൺ യൂസ് ചെയ്യാം. പക്ഷേ എല്ലാ വെഹിക്കിളിലും നമ്മൾ ഓൺ യൂസ് ചെയ്യില്ല. അപ്പം നമ്മൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം കീ കാറിൻ്റെ ഉള്ളിലാണ് എന്ന് നമ്മളിങ്ങനെ പറയാം, ദ കീ ഈസ് ഇൻ ദി കാർ, കാറിൻ്റെ ഉള്ളിലാണ്. പക്ഷേ നമ്മൾ ഓൺ യൂസ് ചെയ്യുക. അപ്പോൾ കാർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാറിൽ സ്പേസ് കുറവാണ്. അപ്പോൾ അതുപോലെ കാറാവാം, ഹെലികോപ്റ്റർ ആവാം, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പേസ് കുറവാണ്. അപ്പം അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഇന്നാണ്. ഓൺ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മൾ കുറച്ച് സ്പേസ് കൂടുതലുള്ള വെഹിക്കിൾ ആകുമ്പോഴാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുക. എക്സാമ്പിൾ പറയാം, ഓൺ ദി ബസ്, ഓൺ ദി ട്രെയിൻ, അല്ലെങ്കിൽ ഓൺ ദി പ്ലെയിൻ എന്ന് പറയാം. അപ്പോൾ ഷീസ് ഓൺ ദി ബസ്, അല്ലെങ്കിൽ ഷീസ് ഓൺ ദി ട്രെയിൻ, ഷീസ് ഓൺ ദി പ്ലെയിൻ, അങ്ങനെ പറയാം. അപ്പോൾ ഈ ഒരു കാര്യം ആലോചിച്ച് വെക്കുക. സ്പേസ് കുറവുള്ള സ്ഥലത്ത് നമ്മൾ ഇൻ യൂസ് ചെയ്യണം, സ്പേസ് കൂടുതലുള്ള പ്ലേസിലോ നമ്മൾ ഓൺ യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രയാങ്കിൾ പഠിച്ചില്ലേ, ആ ട്രയാങ്കിളിലെ
ഏറ്റവും സ്പെസിഫിക് ആയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഏറ്റവും സ്പെസിഫിക് ആയിട്ടുണ്ടായിരുന്നത് അറ്റായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആയിട്ടുള്ളത് അത്ര സ്പെസിഫിക് അല്ല, എന്നാലും കുറച്ച് സ്പെസിഫിക്കാ, അങ്ങനെയുള്ളതാണ് ഓൺ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാന്നാണ്. അപ്പം നമ്മൾ അറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി എപ്പോഴാണ് നമ്മൾ ഇൻ യൂസ് ചെയ്യുക. നമ്മളൊരു കൺട്രീനെ കുറിച്ച് പറയുമ്പോഴോ സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോഴോ ഡിസ്ട്രിക്റ്റ് ഫേമസ് ആയിട്ടുള്ള ടൗൺസ് സിറ്റീസിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഇൻ യൂസ് ചെയ്യും. ഷി ലിവ്സ് ഇൻ ദുബായ് എന്ന് പറയും. അപ്പം ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതുപോലെ ഇങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള പ്ലേസസിൻ്റെ ഒപ്പം അതുപോലെ തന്നെ നമ്മൾ വേറെ എപ്പോഴും യൂസ് ചെയ്യുക സീസൺസ് ഡിസ്ക്രൈബ് ചെയ്യാൻ. അതായത് ഇൻ വിൻ്റർ, ഇൻ സമ്മർ എന്നൊക്കെ പറയാൻ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. അവിടെ ഒരിക്കലും ഓൺ സമ്മർ, ഓൺ വിൻ്റർ എന്ന് നമ്മൾ പറയില്ല. പിന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ മന്ത് ഡിഫൈൻ ചെയ്യണം. അതായത് ഒരു മന്തിനെ കുറിച്ച് നമുക്ക് പറയണം. അപ്പം നമ്മളിങ്ങനെ പറയാം ഇൻ നവംബർ, ഇൻ ഡിസംബർ എന്നാണ് പറയുക. പക്ഷെ നമ്മൾ ഓൺ എപ്പോഴാണ് യൂസ് ചെയ്തത്? എൻ്റെ ബർത്ത്ഡേ നവംബർ 12th ആണ്, അതിൻ്റെ ഒപ്പം ഒരു ഡേറ്റും ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ഓൺ പറഞ്ഞത്. നമ്മളിങ്ങനെ പറഞ്ഞ മൈ ബർത്ത്ഡേ ഈസ് ഓൺ നവംബർ 12th എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇനി നമ്മൾ ഇന്ന് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെക്കേഡ് ഡിഫൈൻ ചെയ്യാനാണ്. അതായത് ഹി വാസ് പോപ്പുലർ ഇൻ 1970s. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സമയം ഡിഫൈൻ ചെയ്യാനും നമ്മൾ ഇൻ യൂസ് ചെയ്യും. ഇനി പിന്നെ നമ്മൾ യൂസ് ചെയ്യുക സെഞ്ചുറീസ് ഡിഫൈൻ ചെയ്യാനാണ്. അതായത് താജ്മഹൽ വാസ് ബിൽറ്റ് ഇൻ 17th century. അതായത് ഒരു കാലഘട്ടം ഡിഫൈൻ ചെയ്യാനും നമ്മൾ ഇൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിനെ കുറിച്ച് പറയാനും നമ്മൾ ഇൻ യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പണം എൻ്റെ പോക്കറ്റിലാണെന്ന് പറയണം. നമ്മൾ എങ്ങനെ പറയാം? ദ മണി ഈസ് ഇൻ മൈ പോക്കറ്റ്. ഇൻ മൈ പോക്കറ്റ് എന്ന് വെച്ചാൽ എൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ. ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ദ പെൻ ഈസ് ഇൻ മൈ ബാഗ്. അതായത് പേന എൻ്റെ ബാഗിലാണെന്ന് പറയാനും നമ്മൾ ഇൻ യൂസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. നമ്മൾ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പറയാൻ, അതായത് ഒരു പ്ലേസ് പറയാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? അറ്റാണ്. പിന്നെ ലെസ് സ്പെസിഫിക്, അത് ഭയങ്കരമായിട്ട് സ്പെസിഫിക് അല്ലാത്തതുമല്ല, എന്നാൽ അത്യാവശ്യം സ്പെസിഫിക് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓൺ ആണ്. ഇനി നമ്മൾ ഒട്ടും സ്പെസിഫിക് അല്ലാതെ, അതായത് ഒരു ഡിസ്ട്രിക്റ്റോ കൺട്രിയോ നമുക്ക് വീണ്ടും ഡിഫൈൻ ചെയ്യാൻ പറ്റണ പ്ലേസസിനൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നും ഓണും മറ്റിനും കൺഫ്യൂഷനൊക്കെ നിങ്ങളുടെ മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നി കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കണ്ട് ഇഷ്ടമാണെന്ന് വെച്ചാൽ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.